തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രൂശിൽ ഇരു കള്ളന്മാരുടെ മധ്യേ ഗോകുൽത്തായിൽ പടയുന്നതായ കാഴ്ച. കർത്താവിൻ്റെ ശരീരം പിടഞ്ഞ് കർത്താവിൻ്റെ രക്തം വെള്ളമൊടൊഴുകുന്ന മശിഹ ക്രൂശിൽ കിടന്ന് കരയുകയാണ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കണ്ണീര് എന്തിനു വേണ്ടിയിട്ടായിരുന്നു പ്രിയരെ? ആത്മാവെ കാണുക, പ്രിയ ദൈവവൈതലെ കാണുക. ആ ഒരു കാഴ്ച കർത്താവായ യേശു ക്രിസ്തു നാം പാപത്തിലേക്ക് പോകുമ്പോൾ പാപത്തിൽ ഇനിയും ജീവിക്കരുതേ എന്നുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. കർത്താവേ, എനിക്കൊരു പുതിയൊരു ജീവിതം. ഇന്ന് നാം തിരുവനന്തപുരത്തിന് മുമ്പിലായിരിക്കുന്നു. ക്രൂശിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ആഗ്രഹിക്കുക നാം ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലെന്നായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം പരിശോധിക്കുക. കർത്താവിന് സ്തോത്രം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. ചോദിക്കുകയാണ്. ആരോടാണ് ചോദിക്കുന്നത്? നാം ഇന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന്. പ്രിയ സഹോദരന്മാരെ, നാം ചോദിക്കണം, നിങ്ങൾ ചോദിക്കണം, യേശുവിനോട് ചോദിക്കണം. ആരോടാണ് ചോദിക്കേണ്ടത്? യേശുവേ, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? നാം ഓരോരുത്തരും ചോദിക്കണം. കേൾവിക്കാരായിട്ടിരിക്കുകയല്ല വേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ക്രിസ്തു ആ തിരുമുറിവുകളെ കാണിച്ചുകൊണ്ട് നമ്മൾ മധ്യേ നിൽക്കുമ്പോൾ നാം ചോദിക്കുകയാണ്, യേശുവേ, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന്. ഉത്തരമായിട്ട് എന്താണ് പറഞ്ഞത്? അവൻ പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. യേശു അടിയേറ്റു, യേശു മുഖത്ത് തുപ്പലേറ്റു. സംഭവം നമുക്കറിയാം. ആരാണ് യേശുവിനെ തല്ലിയത്? യേശുവിനെ അടിച്ചത് ആരാണ്? എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ചാണ് അടികൊണ്ടത്. എന്നെ സ്നേഹിക്കുന്നവരാണ് എന്നെ അടിച്ചത്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എന്നെ അടിച്ചത് എന്ന്. തൊട്ടു മുമ്പിലൊരു വാക്യം പറയുന്നുണ്ട്, എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങിയ നാഥനെയാണ് നാം ഓരോ ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? നാം യേശു ക്രിസ്തുവിനെ തല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ അടിക്കുകയാണ്. ഒരു കാര്യം നമുക്കറിയാം. 13-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക. നാം ജനിച്ച നാൾ മുതൽ നിത്യനായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ ഓരോരുത്തരെയും ജീവൻ്റെ വചനത്തിന് മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ്? നാം യേശുവോട് ചോദിക്കുക, കർത്താവേ, ഇന്ന് നിൻ്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? നാം ഓരോരുത്തരും ചോദിക്കുമ്പോൾ കർത്താവിന് വ്യക്തമായിട്ടും പറയുവാനുണ്ട്. മറ്റാരുമല്ല, ഞാൻ പറയും, ഞാനാണ് യേശുവിനെ സ്നേഹിക്കുന്നവരെ വീട്ടിൽ വെച്ച് ക്രിസ്തുവിന് അടിയേറ്റു. ഞാൻ മദ്യപിച്ചപ്പോൾ, ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ, ഞാൻ അരുതാത്ത വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വന്നപ്പോൾ ഞാൻ യേശുവിനെ തല്ലുകയായിരുന്നു എന്നുള്ള ബോധ്യം എത്ര പേർക്കുണ്ട്? യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു, യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചു, എല്ലാം നമുക്കറിയാം. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എന്താണ് കാണേണ്ടത്? ഞാനാണല്ലോ, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. ഇവിടെ പിതാക്കന്മാർ പാടുകയുണ്ടായി, ഞാനും നിങ്ങളും ചെയ്തു പോയ തെറ്റിൻ്റെ ശാപവും അതിനുള്ള ആ ഒരു ശിക്ഷയുമാണ് യേശുക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്തിന്മേൽ വഹിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പറയുകയുണ്ടായി, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുകയുണ്ടായി, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നതേയെന്ന്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അനേകരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടല്ല, യേശു ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും യേശു വന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ എന്നെയും വിലയ്ക്ക് വാങ്ങി
നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തു തൻ്റെ സ്വന്തം വകയാക്കി തീർത്തു. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ വഴികളിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തു നമ്മെ കടന്നു പിടിച്ചു. യേശുവിൻ്റെ കൈകളിലെ മുറിവിലേക്ക് നോക്കുമ്പോൾ അന്ന് വഴിയരികിൽ അർത്ഥപ്രാണനായി മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യൻ്റെ അരികിലേക്ക് നല്ല ശമരിയാക്കാരനായ കർത്താവ് യേശുക്രിസ്തു കടന്നു ചെന്നു. യേശുക്രിസ്തു അവനെ എടുത്തുയർത്തിയതുപോലെ അല്ലേ പ്രിയരെ, ഞാനും നിങ്ങളും വഴിയോരത്ത് മുറിവേറ്റ് കടന്ന വ്യക്തികളായിരുന്നില്ലേ? രക്തത്തിൽ കുളിച്ച് കടന്ന വ്യക്തികളായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ആ ഒരു ശക്തമേറിയ ആ വാളേറ്റ് അവൻ്റെ കുന്തമേറ്റ് നാം അനേകർ മുറിവേറ്റവരായിരുന്നില്ലേ? പാപത്തിൻ്റെ ശക്തിയാൽ അനേകർ വഴിയോരത്ത് നിന്ന് കടന്നവരായിരുന്നില്ലേ? എന്നാൽ യേശുക്രിസ്തു എന്ത് ചെയ്തു? അനേകരെ, എന്നെയും ആ കൂട്ടത്തെ ഉൾപ്പെടുത്തി യേശുക്രിസ്തു സ്വന്തമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരാണ്? നാം സ്വർഗീയ പൗരന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഒരാളെന്നെ വിലയ്ക്ക് വാങ്ങി. ആരാണ് പ്രിയരെ വിലയ്ക്ക് വാങ്ങിയത്? നല്ലവനായ യേശു, നസ്രാനായ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്വന്തമാക്കി തീർത്തു. യേശുവിനോട് നാം ചോദിക്കുകയാണ്, കർത്താവേ, എങ്ങനെയാണ് നീ എന്നെ വിലയ്ക്ക് വാങ്ങിയത്? യേശു പറയുകയാണ്, മകനെ, എൻ്റെ കൈകളിലേക്ക് നോക്കൂ. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് മറുപടി പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവർ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, സഖറിയ പ്രവാചകൻ പറയുന്നുണ്ട്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അന്ന് യഹൂദന്മാർ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ചിന്തിക്കുകയാണ്, കർത്താവേ, ഞാനാണല്ലോ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയത്. യേശുവിനെ കന്നത്തടിച്ചത് ആരാണ്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി. അവൻ്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലം കൈയിൽ ഒരു കോലും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അന്ന് പടയാളികൾ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. യേശുവിനെ ഭയാനകമായ മർദ്ദനം യേശുവിൻ്റെ മേൽ വന്നു. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാപരിശുദ്ധനായ തേജോമയനായ നിത്യനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗമാണ് സഹിച്ചത്. യേശുവിൻ്റെ ശരീരത്തിനും മനസ്സിനുമേറ്റതായ ആഘാതങ്ങൾ ഇവിടെ മത്തായി ശ്ലീഹ വിവരിക്കുകയാണ്. പടയാളികൾ ആദ്യം കയ്യാഫാവിൻ്റെ അരികിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് യേശുവിനെ വിസ്തരിച്ചു. യേശുവിനെ 26-ാം അധ്യായം അതിൻ്റെ 67 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണുന്നുണ്ട്, യേശുവിനെ മരണയോഗ്യനെന്ന് കൽപ്പിച്ച് അവൻ്റെ മുഖത്തെ തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. 68-ാം വാക്യം, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാരെന്ന് ചോദിച്ച് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറയുകയാണ്. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാരാണ്? പ്രിയരെ, നാം ചിന്തിക്കണം. യേശുവിനെ തല്ലിയത് ഒരുപക്ഷെ അന്ന് യഹൂദന്മാർ സത്യം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞാനല്ലേ? പ്രിയരെ, നാം ഓരോ വീട്ടിൽ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട്, അപ്പനോട്, അമ്മയോട്, മക്കളോട്, നാം നമ്മുടെ കൂട്ടായ്മകളുടെ ദൈവമക്കളോട് ഓരോരുത്തരോടും ഇടപെടുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത് ഓരോരുത്തരും ഇടപെടുമ്പോൾ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ തല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയരെ, ഇവിടെ വീണ്ടും പറയുകയാണ്, പടയാളികളും യേശുവിനെ തല്ലി. യേശുക്രിസ്തുവിനെ എൻ്റെ വസ്ത്രമഴിച്ചു, ചുവന്ന മേലങ്കി ധരിപ്പിച്ച്, മുള്ള മെടഞ്ഞ കിരീടം പോലെ തലയിൽ വെച്ചു. ഒരു കോലും യേശുക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് യേശുവിനെ പരിഹസിക്കുകയാണ്, യേശുവിനെ നിന്ദിക്കുകയാണ്. മാത്രവുമല്ല, ഒരു കോലെടുത്ത് ഒരു വടി കൊണ്ട് യേശുവിൻ്റെ തലമേൽ അടിക്കുകയാണ്. മുള്ളുകൾ യേശുവിൻ്റെ തലമേൽ ആഞ്ഞാഞ്ഞിറങ്ങുന്നു. പ്രിയരെ, ഈ ദൃശ്യമെല്ലാം നാം ഓരോ ദിവസവും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും പിന്നെ നാം പാപത്തിലേക്ക് പോകുകയില്ല. യേശുവെല്ലാം എനിക്ക് വേണ്ടി സഹിച്ചു, യേശുവിൻ്റെ തലയിൽ അടിച്ചു, യേശുവിനെ പരിഹസിച്ച് തീർന്നപ്പോൾ വീണ്ടും യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് പീലാത്തോസിൻ്റെ അരികിലേക്ക് പിന്നീട് യേശുവിനെ കൊണ്ടുവന്നു. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് അവൻ്റെ ഭാര്യ പറഞ്ഞുവെങ്കിലും
പീലാത്തോസ് അതൊന്നും കൂട്ടാക്കിയില്ല. തൻ്റെ സ്വന്തം കസേര നിലനിർത്തുവാൻ വേണ്ടി പീലാത്തോസും യേശുവിനെ വിധിച്ചു. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, 27-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്ത ദോഷമെന്ത്? യേശു ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പീലാത്തോസിന് മനസ്സിലായി. ജനത്തോട് ന്യായാധിപതി ജഡ്ജി ചോദിക്കുകയാണ്, അവൻ ചെയ്ത ദോഷം എന്ത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കുറ്റവും ചെയ്യാത്ത യേശുക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിടലുകളാൽ കർത്താവ് നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു. 22-ാം വാക്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യേണ്ടു? പീലാത്തോസ് രണ്ടുപേരെ ഇരു സൈഡിലുമായി നിർത്തി. ഒരാൾ ബറാബാസ്, ഇതാ മറുവശത്തെ യേശുക്രിസ്തു നിൽക്കുകയാണ്. പീലാത്തോസ് ജനത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവരിൽ ആരെയാണ് വേണ്ടത് എന്ന്. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ ബറാബാസിനെ ചോദിച്ചു വാങ്ങിയ വ്യക്തിയാണ്, ഞാൻ പാപത്തെ ചോദിച്ചു വാങ്ങിയ വ്യക്തിയാണ്. എന്നാൽ പ്രിയരെ, ഇന്ന് ഈ സന്ധ്യയെങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഇതുവരെ ബറാബാസിന്റെ പിന്നാലെ അവനെയും കൂട്ടിക്കൊണ്ട് നടന്നു എങ്കിൽ, പാപത്തിന്റെ പിന്നാലെ പോയി എങ്കിൽ, ഇന്ന് ആരെല്ലാം യേശുവിനെ വിളിക്കുന്നുണ്ട്, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് യേശു മതി, എനിക്ക് യേശുവിൻ്റെ സ്നേഹം മതി, എനിക്ക് യേശുവിൻ്റെ ക്രൂശ് മതി, എനിക്ക് യേശുവിൻ്റെ പിന്നാലെ പോയാൽ മതി. അന്ന് ശീമോൻ, കുറേനേക്കാരനായ ശീമോൻ യേശുവിൻ്റെ ക്രൂശ് താങ്ങിക്കൊണ്ട് യേശുവിന് പിന്നാലെ ആ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം പേറിക്കൊണ്ട് അവനും കരഞ്ഞുകൊണ്ട് യേശുവിന് പിന്നാലെ ഗോകുൽത്തായിലേക്ക് പോവുകയാണ്. പ്രിയരെ, നമുക്കും കിട്ടിയ ഭാഗ്യം എന്താണ്? എൻ്റെ മേലും ആ സ്വർഗത്തിൻ്റെ കൃപ ഇറങ്ങി വന്നു. നിങ്ങൾ ഓരോരുത്തരുടെ മേലും ഇന്ന് ആ സ്വർഗത്തിൻ്റെ അത്ഭുത കൃപ പകരുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് പ്രിയരെ? ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങുവാനുള്ളൊരു ഭാഗ്യം. നാം താങ്ങേണ്ടത് യേശുവിൻ്റെ ക്രൂശല്ല, യേശുവിനെ വഹിക്കുവാനുള്ള ഭാഗ്യം. കർത്താവ് തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ പിൻഗമിക്കുവാനുള്ള മഹാവലി സൗഭാഗ്യമല്ലേ പ്രിയരെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്? നാം ഭാഗ്യശാലികളാണ്. കാരണം എന്താണ്? ഒരുവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു. ഇന്ന് നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? എൻ്റെ കർത്താവിന് സ്തോത്രം. അന്ന് പടയാളികൾ യേശുവിനെ പകച്ചു. തുടർന്ന് നാം വായിക്കുമ്പോൾ 44-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്ന്. യേശുവിനെ അവനോട് ക്രൂശിച്ച കള്ളന്മാർ നിന്ദിച്ചു, യേശുവിനെ ക്രൂശിച്ച പടയാളികൾ യേശുവിനെ നിന്ദിച്ചു. അതിന് തൊട്ട് മുമ്പ് വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, 41-ാം വാക്യം, അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും യേശുവിനെ പരിഹസിച്ചു. പ്രിയരെ, സമൂഹം മുഴുവനും ക്രിസ്തുവിനെ പരിഹസിച്ചു. യേശു അനേകരിലേക്ക് നോക്കി. 69-ാം സങ്കീർത്തനം 20-21 വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വല്ലവനും സഹതാപം കാണുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും സഹതാപം തോന്നിയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, 21-ാം വാക്യം നമുക്കൊന്ന് വായിക്കാമോ? അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. എന്താണ് പകരം കൊടുത്തത്? ദൈവത്തിന് സ്തോത്രം. നാം പാടുന്നുണ്ട്, ക്രൂശിൽ കണ്ടു ഞാൻ ആ ദൈവത്തിന്റെ സ്നേഹത്തെ, എന്നാൽ ഞാൻ പകരം എന്താണ് കൊടുത്തത്? നാം ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അവർ യേശുവിനെ കുടിപ്പാൻ കയ്പാണ് കൊടുത്തത്. യേശുവിനെ കുടിപ്പാൻ കയ്പ് കൊടുത്തു. ദൈവമക്കളെ, യേശുവിനെ രക്ഷിച്ചതിന് പകരം ഞാനും നിങ്ങളും ക്രിസ്തുവിന് എന്ത് പകരം കൊടുത്തു? സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? പ്രിയപ്പെട്ടവരെ, എന്ത് പകരമാണ് നാം ഈ കാലമത്രയും യേശുവിൻ്റെ പകരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നാം യേശുവിനെ സ്തുതിക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവവചനത്തിന് മുമ്പിൽ ആയിരിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ യേശുവിനോട് കരുണ തോന്നണമേ എന്ന് ആ പാദപീഠം കെട്ടിച്ചുംബിച്ചുകൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ ഇന്നും നാം ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ പാപത്തിൻ്റെ ഇമ്പങ്ങളിൽ പോകുവാനാണോ ഇന്നും നാം ഓരോരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ വീണ്ടും ചേർത്ത് ഇരുത്തിയിരിക്കുകയാണ്. 22-ാമത്തെ സങ്കീർത്തനത്തിൽ 1-ാം വാക്യം പറയുന്നു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സങ്കീർത്തനക്കാരനായി ദാവീദിന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് പാടി. എന്താണ് പാടിയത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന്. യേശുവിനെ പിതാവാൻ ദൈവവും കൈവിടപ്പെട്ടു. കാരണം എന്താണ്? യേശു അന്ന് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഈ മനുഷ്യരാശിയുടെ എൻ്റെയും നിങ്ങളുടെയും സകലമാന പാപങ്ങളും യേശുക്രിസ്തു അത് ഏൽക്കുവാനുള്ള വലിയൊരു വേദനയാണ്. അത് സഹിക്കുക, യേശുവിനെ പാപം വഹിക്കുക, പാപത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവ് പറഞ്ഞു,
എന്നാൽ പിതാവേ അവിടുത്തെ ഇഷ്ടം നടക്കണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. യേശു ഏൽപ്പിച്ചു കൊടുത്തു. ആ യേശുവിന് ഞാനും നിങ്ങളും എന്താണ് കൊടുത്തത്? 22-ാം സങ്കീർത്തനം 16-ാം വാക്യം, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം, അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. 129-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ശരീരം ഉഴവുചാലുകൾ പോലെ കീറിയെന്ന്. അവർ ഉഴവുചാലുകൾ പോലെ നീളത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം കീറപ്പെട്ടവനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തെ സ്തോത്രം, യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപമാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിന്ദിതനായി, വിരൂപമാക്കപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായി യേശു ക്രിസ്തു ക്രൂശിൽ കടന്നു. നാം പാടുന്നുണ്ടല്ലോ, ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു ഉൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. നാം ഓരോരുത്തരും ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് പാടുകയാണ്. എന്താണ് പാടുന്നത്? കർത്താവേ, ഈ ലോകം തരുന്നതായ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു സമ്മാനങ്ങൾ എനിക്ക് വേണ്ട, ഈ ലോകത്തിൻ്റെ ഇമ്പം എനിക്ക് വേണ്ട, ലോകം ഈ ലോകത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഇന്ന് കർത്താവ് നമ്മെ സ്നേഹത്തോടെ ഓരോരുത്തരെയും പാടി വിളിക്കുകയാണ്. കർത്താവേ, ഞാനിതാ വരികയാണ്. യേശുവേ, നിൻ്റെ കയ്യിൽ കാണുന്ന മുറിവുകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമാണ് യേശുവിനെ കുത്തി മുറിവേൽപ്പിച്ചത്. എന്നാൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, ലോകത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ലോകത്തിൻ്റെ പാപം ഇന്നെനിക്ക് വേണ്ട. കർത്താവേ, ഇന്ന് മുതൽ യേശുവിനെ പിൻപറ്റുവാൻ, യേശുവിൻ്റെ പിന്നാലെ വരുവാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മനുഷ്യർ തരുന്നതായ, ഈ ലോകം തരുന്നതായ എല്ലാ അംഗീകാരം ഇതൊന്നുമല്ല. എനിക്ക് എന്ത് വേണം? എനിക്ക് യേശുവിനെ വേണം. എനിക്ക് യേശു വസിക്കുന്ന സ്വർഗത്തിലെത്തണം. പരിശുദ്ധന്മാർ വസിക്കുന്ന ആ സ്വർഗീയ തേജസ്സിലേക്ക് കർത്താവേ എന്നെ ചേർത്ത് കൊള്ളണമേ. അതിനായി നമുക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പുതിയൊരു സമർപ്പണത്തിലേക്ക് കടന്നു വരാം. കർത്താവിൻ്റെ ക്രൂശിലിൻ്റെ സാക്ഷികളായി ഇന്ന് മുതൽ നമുക്ക് ജീവിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തുതി.